കൂട്ടുകാരെ നമ്മൾ പാറ്റേൺ വെട്ടി വെച്ച് 10 രൂപ തുണിയിൽ ഒരു അടിപൊളി അതും കണ്ടോ വീനക്കോട് കൂടി ബാക്ക് ഇങ്ങനെയാണ് കണ്ടോ നല്ല വൈഡായ ഒരു വീനക്കല്ലേ. അപ്പൊ വീനക്കിന്റെ ബ്ലൗസിന്റെ അല്ല പാറ്റേൺ വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബ്ലൗസ് വെച്ചെടുക്കാൻ പറ്റും. ഞാനൊരു 20 മിനിറ്റ് കൊണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞ്, പക്ഷെ വീഡിയോക്ക് വേണ്ടിയിട്ട് എടുത്തപ്പോൾ കുറച്ചധികം സമയം വരുന്നുള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ സാധാരണ യൂനക്കാണ് ഇടുന്നത്, പക്ഷെ ഇത് വീനക്കാണെന്ന് മാത്രം. ഓക്കെ, ഹായ് കൂട്ടുകാരെ. അപ്പം ഇന്ന് ഭയങ്കര ഒരു വിഷമത്തോടു കൂടിയാണ് കേട്ടോ. കാരണം ഇത് എൻ്റെ അമ്മയുടെ സാരിയാണ്. അമ്മ നമ്മളെ വിട്ട് പോയിട്ട് ഇപ്പോൾ 5 മാസമായല്ല. അപ്പം അമ്മ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. നമുക്ക് അത്ര ഇങ്ങനെയുള്ള കളറൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. അപ്പം ഞാനിങ്ങനെ ഇവിടെ വെറുതെ വെച്ചേക്കല്ലേ. അപ്പം ഞാനിങ്ങനെ നമ്മുടെ എറണാകുളത്ത് ഒരു കടയിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറേ കട്ട് പീസുകൾ കിട്ടിയെന്ന്. അപ്പം അതിൽ 10 രൂപക്ക് കിട്ടിയ ഒരു കട്ട് പീസാണ് കേട്ടോ ഇത്. 120 രൂപ 99 രൂപ ഏതാണ്ട് മീറ്ററിനെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ വില. രണ്ടും ഉണ്ടായിരുന്നു. എനിക്ക് 10 രൂപക്ക് കിട്ടിയതാണ് കേട്ടോ. ഇല്ലല്ലോ രണ്ടും കൂടെ. അന്ന് ഇതിലേക്ക് ഒരു ബ്ലൗസ് കട്ട് ചെയ്യാലാന്ന് കരുതി ഞാൻ ഇറങ്ങിയതാണ്. അപ്പം ഞാൻ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പാറ്റേണൊക്കെ വെട്ടി വെച്ചേക്കും. അങ്ങനെ ഞാനൊരു ഇതിപ്പോൾ പാറ്റേൺ ഇവിടെ വെട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഈ പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു പാറ്റേണൊക്കെ ഞാൻ നേരത്തെ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കട്ടിങ് ആണ് കേട്ടോ ഇത്. അപ്പം ഇതിലെന്ന് വെച്ചാൽ യു കഴുത്തും എല്ലാം. പക്ഷെ ഞാൻ യു കഴുത്തല്ല കട്ട് ചെയ്യണത്, ഞാൻ വി കഴുത്ത് നല്ല വൈഡ് വി കഴുത്താണ് കട്ട് ചെയ്യണത്. അപ്പം നമുക്ക് ആ കട്ടിങ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പം അത്യാവശ്യം കനമുള്ളത് കൊണ്ട് ഞാൻ ലൈനിങ് ഒന്നും ഇടണില്ല കേട്ടോ. ലൈനിങ് ഇട്ടാൽ നല്ലതാണ്, ലൈനിങ് ഞാൻ ഇടണില്ല. അപ്പം അതെന്തായാലും നമ്മുടെ ഈ തുണിയുടെ ചുളുക്കെല്ലാം ഒന്ന് തേച്ച് മാറ്റിയെടുക്കണം. അപ്പം കൂട്ടുകാരെ ഞാൻ ആ പാറ്റേൺ ഇതുപോലെ തേച്ചെടുത്തപ്പോൾ ഈ ക്ലോത്ത് തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ക്ലോത്ത് ഇതുപോലെ രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമ്മുടെ ഇതേ ബാക്ക് അതുപോലെ ഫ്രണ്ടിൻ്റെ പീസൊക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊന്ന് കറക്റ്റ് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറയേണ്ടത്, നിങ്ങളൊക്കെ ഇങ്ങനെ തയ്യലറിയാത്ത ആൾക്കാരൊക്കെ ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാരൊക്കെ അവരവരുടെ ബ്ലൗസ് വെട്ടിയൊക്കെ എൻ്റെ പാറ്റേണൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ നല്ല ഒരു ബ്ലൗസ് അഴിച്ചതിന് ശേഷം ഒരു വലിയ നല്ല കട്ടിയുള്ള ഒരു പേപ്പറിലോട്ട് വെച്ചിട്ട് വരച്ച് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് തുണിയിലോട്ട് ഇതുപോലെ വരച്ച് വെച്ച് കട്ട് ചെയ്താൽ സൂപ്പറായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ബ്ലൗസ് തയ്ക്കാൻ പഠിച്ചത്, അതുകൊണ്ടാണ് പറയണത്. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കൂട്ടുകാരെ, നമ്മൾ ഇനി ആ ഫ്രണ്ടിനൊക്കെ യു ആയിരുന്നു നമ്മുടെ പാറ്റേൺ. അപ്പം അത് ഞാനൊന്ന് വി ആക്കിയാണ്. അപ്പം കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കണത് ഒരു 3 ഇഞ്ചാണ്. അപ്പം നമുക്കൊരു 3.25 ഇഞ്ച് കിട്ടും. കാരണം അങ്ങനെ ഇരിക്കട്ടെ, ഇച്ചിരി വൈഡ് വേണം ഇതിന്. അതിനുശേഷം ഞാൻ താഴത്തേക്ക് അടയാളപ്പെടുത്തണത് 6.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് നമുക്ക് മുകളിൽ സ്റ്റിച്ചിങ്ങിന് പോകും. അപ്പം 6.5 ഇഞ്ച്. ഇനി നമുക്ക് ഈ 6.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. 6.5 ഇഞ്ച് ഇതുപോലെ തന്നെ നമുക്കൊന്ന് വരച്ചെടുക്കണം. അപ്പം അതിൻ്റെ നേർപ്പകുതി വരച്ചതിന് ശേഷം ഞാനൊന്ന് പേന വെച്ച് വരച്ച് നോക്കിയപ്പോൾ വേണ്ട. അതിനുശേഷം നമ്മൾ ഈ പകുതിയുടെ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി വരക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് സ്ട്രൈറ്റ് തന്നെ വന്നിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് ഒരു 1/2 ഇഞ്ച് തള്ളി എടുക്കുക. കണ്ട, എന്നിട്ട് ആ വീലോട്ട് കൊണ്ടുവന്ന് ചേർക്കുക. അപ്പം ഇച്ചിരി കൂടി നമ്മുടെ വീനൊക്കെ ഒന്ന് നല്ല വൈഡായിട്ട് നമുക്ക് കിട്ടാനാണ്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കഴുത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ 7 ഇഞ്ച് എടുക്കാം കേട്ടോ. അപ്പോൾ 6.5 ഇഞ്ച് കിട്ടും. പക്ഷെ എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെ എടുത്തില്ല. അതെ, അപ്പം നമ്മുടെ ഫ്രണ്ടിലെ വി അടിപൊളിയായില്ലേ? കണ്ടോ? തയ്ച്ചു വരുമ്പോൾ ഒന്നും കൂടി വൈഡാകും. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കിനൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതുപോലെ കണ്ട വെട്ടിയിട്ടില്ലേ? അപ്പം ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അതായത് നമ്മൊരു 4 ഇഞ്ച് കൂടുതൽ ഇട്ട് തന്നെയാണ് ഞാൻ പേപ്പർ ഇതിൽ വെട്ടി വെച്ചത്. അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അത്. അപ്പം എല്ലാ വശങ്ങളും ഒപ്പം വെച്ചിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 2 പീസ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ?
എന്നിട്ട് ഇത് നല്ല വശങ്ങൾ വെക്കുക. വശങ്ങൾ വെച്ചതിന് ശേഷം ഈ ഒരു പീസ് എടുക്കുക. അത് എവിടെയാണ് നമ്മുടെ ആംപോളിൻ്റെ ഭാഗം ഒന്ന് നോക്കിയിട്ട് ഈ ഒരു തുമ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ട് ഇത് അടിച്ചു തുടങ്ങുക. അപ്പം ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് ഒരു 4 ഇഞ്ച് അര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്തേക്കണത്. ആ അര ഇഞ്ച് നമ്മൾ അടിച്ചു മാറ്റണം കേട്ടോ. അപ്പം പീസുകൾ വെക്കുമ്പോൾ നമ്മൾ പിടിച്ച് വലിക്കരുത്, ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ വലിയ സ്റ്റിച്ചാണ് ഇടുന്നത്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങളുടെ സ്റ്റിച്ച് നിങ്ങൾ എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഇടുക. അങ്ങനത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ പോയിന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒന്ന് കുത്തി നിർത്തണം. അപ്പോൾ ആ വളവൊക്കെ നമ്മൾ വളച്ച് തന്നെ എടുക്കണം കേട്ടോ. എന്തെങ്കിലും തോന്നിയാൽ സൂചി കുത്തി നിർത്തി പൊക്കി എടുക്കണം. അപ്പം സൂചി ഞാൻ കുത്തി നിർത്തി പൊക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചരിച്ച് വെച്ച് കൊടുക്കണേണ്. 2 പീസും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാതെ തന്നെ നമ്മൾ ചെയ്യണം. അതുപോലെ ആ ഒരു ഭാഗത്ത് ചുളുക്കൊന്നും വരെയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ അരയും തന്നെ താഴത്തേക്കും അതുപോലെ തന്നെ കുത്തി നിർത്തി പൊക്കിയെടുത്തതിന് ശേഷം താഴത്തേക്കും നമ്മൾ ഇതൊക്കെയാണ് 2 പീസും താഴെ പീസോ മുകളിലെ പീസോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാതെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് എടുത്തു കണ്ട. അതിനുശേഷം ഇതുമ്മ കൊള്ളാണ്ട് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ വളഞ്ഞെടുത്തേക്കണ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ചേ കൊള്ളാണ്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി കണ്ടതെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പതിച്ചടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ അടിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അതെ നമ്മൾ 2 ഭാഗം ഒടിച്ചെടുത്ത് അത് കഴിഞ്ഞ് ആ വീനെക്കിൻ്റെ മോഡലിൽ തന്നെ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് അതനുസരിച്ചിട്ട് നമ്മൾക്കിത് നല്ല വശത്ത് വെച്ച് കൊടുക്കുക. ബ്ലൗസിൻ്റെ നല്ല വശത്തും അതുപോലെ തന്നെ നമ്മൾ ഈ നെക്കടിക്കാൻ കട്ട് ചെയ്തെടുത്തേക്കണ ഈ പീസും നല്ല വശങ്ങൾ വെച്ച് ഒന്ന് വീനെക്ക് നമുക്കൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്, ആ തയ്യൽ തുമ്പ് അനുസരിച്ച് ഒന്ന് അടിച്ചെടുക്കുക. കണ്ടോ. അടിച്ചെടുത്തതിന് ശേഷം ചുറ്റിനും ചെറിയ കട്ടിട്ട് കൊടുക്കുന്നു. ഇതുപോലെ ഓരോ കട്ടിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ തയ്യൽ തുമ്പിൽ തയ്യലുമ്പോൾ തോളാണ്ട്. അതുപോലെ ഞാൻ ഈ വശം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ 2 വശത്തെ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് രണ്ടും ഒന്നിച്ച് കൂട്ടി വെക്കണേ കേട്ടോ. ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഒന്ന് പതിച്ചടിക്കുക. അപ്പോൾ ഉള്ളിലോട്ട് ഹെമ്മിങ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കണേ. അപ്പം നമ്മുടെ നെക്കിൻ്റെ 2 വശവും ഞാൻ ഇതുപോലെ ഒന്ന് പതിച്ച് അടിച്ചെടുക്കാം. കണ്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ 2 വശവും ഞാൻ അതുപോലെ പതിച്ചടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ബാക്ക് പീസ് എടുക്കുക. കണ്ടോ. ഈ ബാക്ക് പീസിലും ഞാൻ ഇതുപോലെ ഒരു പീസ് നെക്കിനെ വെച്ച് പിടിപ്പിക്കാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ. വി പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊന്ന് നമുക്കൊന്ന് മടക്കി അടിക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ സൈഡൊന്ന് മടക്കി അടിച്ചെടുക്കും. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ നല്ല വശത്തേക്ക് ഇത് വെച്ചു കൊടുക്കണം. ഇതിൻ്റെ നല്ല വശവും നെക്കിൻ്റെ നല്ല വശവും കൂടി വെക്കുമ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു വി കറക്റ്റായിട്ട് വെക്കുക. കണ്ട. അത് അവിടേക്ക് ഒരു പിന്ന അല്ലെങ്കിൽ ഒരു സൂചിയ കുത്തി കൊടുക്കുക. പിന്നല്ല സൂചിയ അല്ലെങ്കിൽ പേൾപ്പിന്ന കുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ അപ്പം ഞാൻ ഇതുപോലെ ഒരു സൂചി ഇവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടിച്ചു തുടങ്ങണേണ്. അപ്പം നമ്മളിങ്ങനെ മുകളിലോട്ട് ഇത് കറക്റ്റിന് വലിക്കാണ്ട് ഒന്ന് വെച്ചു കൊടുക്കുക. നമ്മ അടിക്കണ തുണിനെ മനസ്സ് നമ്മൾ ചെയ്ത് പോകും. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തട്ടാ. അത് കഴിഞ്ഞ് നമ്മുടെ വി വന്ന ഒരു വശം ഉണ്ടല്ലോ, അത് സ്റ്റിച്ചേലി കൊള്ളാണ്ട് ഒന്ന് അവിടെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചേലി കൊള്ളരുത്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിക്ക് കിട്ടാനാണ് കേട്ടോ. അതിനുശേഷം ബാക്ക് പീസിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പം നെക്ക് നമ്മൾ ഉള്ളിലോട്ട് അടിച്ച പീസ് ഉള്ളിലോട്ട് തന്നെ ആക്കി വെച്ചതിന് ശേഷം ഷോൾഡറുകൾ തമ്മിൽ ഇങ്ങനെ
കൂട്ടി വെച്ചതിന് ശേഷം ഈ ഒരു പീസ് ഇപ്പുറത്തോട്ട് മറിച്ചതിന് ശേഷം 1/2 ഇഞ്ച് അളവിൽ നമുക്ക് ഷോൾഡർ രണ്ടും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഷോൾഡർ ഒന്ന് അടിച്ചു തരുന്നുണ്ട് കേട്ടോ. ആ ഷോൾഡർ കൂട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കണം. കണ്ടോ? അപ്പോൾ ഷോൾഡറുകൾ തമ്മിൽ ഒപ്പം വന്നു. അവിടെ കറക്റ്റായിട്ട് ഒപ്പം വരണം കേട്ടോ, എന്നാലേ അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടും. ഇനി നമുക്ക് സ്ലീവ് ആണ്ട പിടിപ്പിക്കാനുള്ളത്. അതെ, ഈ സ്ലീവ് നമുക്കിവിടെ പിടിപ്പിച്ച് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം സ്ലീവ് എടുക്കുക. സ്ലീവിൻ്റെ നടുക്ക് ഭാഗം. അപ്പം നമ്മൾ പേപ്പർ കട്ടിങ്ങിൽ ഇതിൻ്റെ കൈക്കുഴിയൊക്കെ കുഴിച്ച് വെട്ടിയതുകൊണ്ടാണ് പ്രത്യേകിച്ച് കൈക്കുഴിയൊന്നും കുഴിച്ച് വെട്ടാഞ്ഞത്. പിന്നെ സ്ലീവിൻ്റെ നടുഭാഗം നമ്മൾ ചെറിയൊരു കട്ടിട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ ഷോൾഡറിലോട്ട് വെച്ചിട്ട് 2 സൈഡിലോട്ട് അടിക്കുക. ഒരു 1/2 ഇഞ്ച് അകലത്തിൽ ആദ്യം ഞാൻ ബാക്കിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ നമ്മൾ ഷോൾഡർ അടിച്ചേക്കണ ആ ഒരു ഭാഗം ബാക്കിലോട്ട് വെച്ചിട്ട് വേണോട്ട് അടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ അടി കഴിഞ്ഞു. കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയോ ഞാൻ തയ്ച്ചതിൽ? നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി ചെയ്തിട്ടില്ല. എന്താണെന്നറിയാമോ? ഫ്രണ്ട് പീസ് നമ്മൾ നെക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹുക്കും പടിയും പിടിപ്പിക്കാനുള്ള ആ സംഭവം പിടിപ്പിക്കുക എന്നുള്ളത്. അപ്പം അതിന് ഞാൻ നീളവും വീതിയുള്ള 2 ഇഞ്ചും 1.5 ഇഞ്ച് നീളവും വീതിയുള്ള പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നീളം അനുസരിച്ചിട്ട് നിങ്ങളതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യണത് നമ്മുടെ ഹുക്ക് വന്ന ഭാഗം, അത് ഈ ഒരു ഭാഗമാണ്. ആ ഭാഗത്തേക്ക് വീതി കൂടിയ പീസൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡ് ഒന്നും കൂടി മടക്കി അടിക്കാം. അപ്പം നമ്മൾ ആ ഹുക്ക് ഇടുമ്പോൾ ഉള്ളിൽ നിന്ന് തെറിച്ചിങ്ങനെ താഴേക്ക് പോരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണേ കേട്ടോ. അത് ഉള്ളിലോട്ട് നല്ല വശം തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ വെച്ചൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. പറ്റത്തോട്ട് വെച്ചോ, കാരണം നമുക്ക് അടിയിൽ പീസ് വെച്ചെടുക്കാനുള്ളതാണ്. നല്ല വശങ്ങളും അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൻ്റെ ഉള്ളുവശവും ഇതിൻ്റെ പീസിൻ്റെ നല്ല വശവും തമ്മിൽ കൂട്ടിയടിക്കുക. അപ്പം നോക്കണം, നമ്മളെ കണ്ടോ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പീസ് ഒന്ന് ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. പതിച്ച് അടിച്ചെടുക്കണം. അപ്പം പതിച്ചടിക്കുമ്പോൾ ഇത്രയും നമുക്ക് നീളം വേണ്ട. നീളം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് പതിച്ചടിച്ചെടുക്കാം. കുറച്ച് നീളം അവിടെ ഇട്ടേക്കണം. നമുക്ക് മടക്കാനുണ്ട് ഉള്ളിലോട്ട്. ആ മടക്കിന് വേണ്ടിയുള്ള തുണി മുകളിൽ നീളത്തിൽ ഇട്ടേക്കണം. അപ്പം നമ്മളത് ഇതുപോലെ 5 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സൈഡ് എടുക്കുക, അതായത് ഹുക്ക് പിടിപ്പിക്കുന്ന സൈഡ് എടുക്കുക. അതെടുത്തതിന് ശേഷം അതിൻ്റെ നല്ല വശത്ത്, അതായത് ഫ്രണ്ടിൻ്റെ നല്ല വശം എടുക്കുക. ഇത് 2 ആക്കി മടക്കി പിടിക്കുക. മടക്കി പിടിക്കുമ്പോൾ മുകളിൽ ഇതുപോലെ ഒന്ന് മടക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് മടക്കാം. ഉണ്ടോ? എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തു. ബാക്കി ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതിനൊന്ന് തിരിച്ച് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ നല്ല വശത്തു കൂടി ഒന്ന് പതിച്ചടിച്ചെടുക്കണം. പതിച്ചടിച്ചു, കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് ഉള്ളിലോട്ട് മടക്കുക. ഉള്ളിലോട്ട് മടക്കിയതിന് ശേഷം ആ തുമ്പിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കുക. നമ്മുടെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഒന്ന് ഒപ്പം പിടിച്ചിട്ട് ഈ അടിഭാഗമൊക്കെ ഒപ്പണാന്ന് നോക്കണം. കണ്ടോ? ഒപ്പം അല്ലെങ്കിൽ ഒപ്പം തന്നെ കട്ട് ചെയ്തിട്ട് വെക്കുക. അപ്പം ഞാൻ ഇവിടെ മുകളിൽ നെക്കൊക്കെ ഒപ്പണാന്ന് നോക്കിയിട്ട് വേണം അടിഭാഗമൊക്കെ ഒപ്പണാന്ന് നോക്കാൻ. അപ്പോൾ ഒപ്പമാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്താലും അതൊക്കെ ഒന്ന് വന്നിട്ട് വേണം കേട്ടോ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇത് ഒരു 1.25 ഇഞ്ച് വീതിയിലും അതുപോലെ ഇതിനാവശ്യമുള്ള നീളത്തിലും ഞാൻ ഇതുപോലെ ഒരു 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ
നമ്മുടെ ഫ്രണ്ട് പീസിന്റെ ഭാഗത്തേക്ക് നല്ല വശത്തേക്ക് വെച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണേണ്. അപ്പൊ സൈഡ് അടിച്ചിട്ടുണ്ടേ. അടിക്കുമ്പോ ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഉള്ളിലേക്ക് കവർ ചെയ്ത് വെച്ചിട്ട് അടിക്കണം. അപ്പൊ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ മറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഒന്ന് നല്ല ഭംഗിയായിട്ട് ചുളുക്കില്ലാണ്ട് കവർ ചെയ്ത് അടിച്ചെടുക്കുക. അപ്പൊ ഇവിടെ കൊടുക്കണ എല്ലാ തയ്യൽ തുമ്പും നമ്മ അപ്പുറത്തും കൊടുക്കണം, അല്ലെങ്കിൽ ഏറ്ററച്ചിൽ വരും കേട്ടോ. നമ്മ എല്ലാ അളവിലെ ഇത് പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏത് അളവ് കിട്ടിയാലും നമുക്ക് അതിലേക്ക് വെച്ചൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതേ കണ്ടോ, ഇതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുക്കുമ്പോൾ നല്ല കവർ ചെയ്ത് തന്നെ ഇരിപ്പില്ലേ. ഇനി ഒന്ന് പതിച്ചടിച്ചെടുക്കണം. അപ്പൊ ഞാൻ ബാക്ക് വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്തോ, ഫ്രണ്ട് ഹെമ്മിങ് ചെയ്യണ്ട. എന്നിട്ട് ഇതൊന്ന് പതിച്ച് ഒന്നും കൂടി മുകളിലൂടെ അടിച്ചിട്ട് പിന്നെ ഒരു 1/2 ഇഞ്ചിന്റെ വീതിയിൽ ഒന്നും കൂടി അടിച്ചെടുക്കണം. അപ്പൊ അത് കവർ ചെയ്ത് അവിടെ നിന്നോളും. അപ്പൊ അതെ നല്ല ഭംഗിക്ക് തന്നെ ആയില്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ബാക്കി 2 വശം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാട്ടെ. അപ്പൊ താഴെ വശമൊക്കെ നമ്മൾ അടിച്ചെടുത്ത് ബാക്കിൽ ഞാൻ ഒരടി അടിച്ചിട്ടുള്ള ഹെമ്മിങ് ചെയ്യും. ഫ്രണ്ടൊക്കെ നമ്മൾ മിഷ്യത്തിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിച്ചെടുത്തിട്ടുണ്ട്, കാണുന്നില്ലേ. ഇനി നമുക്ക് നമ്മുടെ ഇത് ഈ സൈഡ് കൂട്ടിയെടുക്കണം. അപ്പൊ നമ്മുടെ അളവനുസരിച്ചിട്ട് നമുക്ക് ഈ സൈഡുകളൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഒരു ഇഞ്ച് നമ്മുടെ ഇതുപോലെ കൈയുടെ കണ്ട സ്ലീവ് അകത്തോട്ടൊന്ന് മടക്കി വെക്കുക. താഴെ ഭാഗം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച്, അതിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ. അതിനുശേഷം ഞാൻ എന്താ ഇവിടെ നമ്മുടെ വിഷയത്തിന്റെ കൂർത്ത ഭാഗത്തിട്ടൊന്ന് വലിച്ചെടുത്തായിട്ട് അത് കറക്റ്റ് ഇരുന്നോളൂ. കണ്ടോ, നടുക്ക് കൂടുതൽ ഇവിടെ കുറവായിട്ട് തോന്നും. ഇനി നമുക്ക് ഇത് പുറത്തോട്ട് മടക്കാം. കണ്ടോ, മടക്കിയതിന് ശേഷം നമ്മുടെ അളവുകൾ നമ്മൾക്കറിയാമല്ല, ആ അളവുകൾ അനുസരിച്ചിട്ട് അറ്റം വരെ ഒന്ന്, അതായത് നമ്മുടെ സ്ലീവിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ കണ്ടോ എല്ലാം അവിടെ ഒപ്പമാണ്. കണ്ട അതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗം ഒപ്പമാണ്. ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഷോൾഡർ തുടങ്ങി നിബിൾ പോയിന്റ് വരുമ്പോൾ അവിടെ ഒരു വണ്ണമുണ്ട്. നമ്മ അത് കപ്പ് അടിക്കുമ്പോൾ അത് കവർ ചെയ്ത് പോരും, നിബിളിൻ്റെ അവിടെ കവർ ചെയ്ത് പോരുമെങ്കിലും അവിടുത്തെ വണ്ണത്തിന് ഒരു ചെറിയ വ്യത്യാസം എന്തായാലും ഉണ്ടാകും. അപ്പോൾ അവിടുത്തെ വണ്ണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു സൈഡ് 18 ആയിരുന്നു. അപ്പോൾ അത് ഒന്ന് കണക്കാക്കിയിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ബാക്കിലാണ് ഞാനത് വരക്കണത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൽ നിന്ന് താഴേക്ക് പിടിക്കുക. അപ്പോൾ 9.5 അത് ഇവിടെയാണ് വന്നത്. കണ്ട, എന്നിട്ട് ആ വന്ന സ്ഥലത്ത് നമ്മൾ ഇതൊന്ന് വിടർത്തിയിട്ടതിന് ശേഷം ആ ഒരു ഭാഗം ഉണ്ടല്ലോ 9.5 ഭാഗത്തുനിന്ന് നമ്മുടെ പക്കിൻ്റെ അവിടെ നിന്ന് 18 ആണ് എനിക്ക്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കുക. എനിക്ക് 21.5 ഇഞ്ച് ഉണ്ടല്ലോ നമ്മുടെ തയ്യൽ തുമ്പ് പോയിട്ട്. അപ്പം ആ ഭാഗം നമുക്കൊന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി ഇതുപോലെ 2ആക്കി ഒന്ന് മടക്കിയിടുക. അപ്പം അങ്ങനെ പറയണ എന്താണെന്നറിയോ, നമ്മൾ പുതിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ് എന്ന് പറയും അല്ലേ. നമ്മൾ പുതിയതായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കും. ഞാൻ അങ്ങനെ ഓരോ വീഡിയോസ് ഹിന്ദി വീഡിയോ ഒക്കെ കാണുമ്പോൾ കറക്റ്റായിട്ടൊക്കെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും കേട്ടോ. ഹിന്ദി മനസ്സിലാവുന്നതല്ല, അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടുപിടിക്കാനാണ് ഇതൊക്കെ കേട്ടോ. അല്ലാണ്ട് പ്രൊഫഷണലായിട്ട് നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പം 18ന്റെ നേർപകുതി എത്ര വരും? 9 വരും. കണ്ടോ, അപ്പം നമ്മളുടെ നെക്കിൻ്റെ അവിടെയാണ് ശരിക്കും 9.5 വരുന്നത്. കണ്ടോ, ഞാൻ 9.5 നെക്കിൻ്റെ അളവ് എടുത്തത്. അവിടെ നിന്ന് 9 വരും. 18 അല്ലേ 9. കണ്ടോ, അപ്പം ആ ഒരു ഭാഗം നമ്മൾ അങ്ങനെ തന്നെ അടിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ താഴെയുള്ള വണ്ണവും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നോക്കാനുള്ള കശക്കുഴിയുടെ അവിടുത്തെ വണ്ണം, അതായത് നമ്മുടെ നിബിൾ പോയിന്റ് അവിടുത്തെ ആ ഒരു വണ്ണം ഒരിക്കൂല. കശക്കുഴിയുടെ അവിടെ 2 ഇഞ്ചൊക്കെ വ്യത്യാസം വരും. അതനുസരിച്ചിട്ട് ഇപ്പം 38 ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ വണ്ണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് 9.5 ഇറക്കി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 39.5 40 വരും. അപ്പം അതനുസരിച്ചിട്ട് വേണം ഇത് നമ്മൾ വരച്ച് വെക്കാനോട്ടാ.
അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സംഭവം അവിടെ ബാക്ക് ഫ്രണ്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈ സ്ലീവ് ഇതുപോലെ മടക്കുക. മടക്കിയതിന് ശേഷം നമ്മുടെ വണ്ണം അനുസരിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനൊന്ന് അടിച്ചെടുക്കേണ്ട കേട്ടോ. അപ്പോൾ അതെ സൈഡൊക്കെ നമ്മൾ കൂട്ടിയെടുത്തിട്ട് 2 സൈഡും കൂട്ടിയെടുത്ത് അപ്പം നമ്മുടെ മിഷ്യത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മളിതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണേ. കണ്ടോ, എല്ലാ ഭാഗവും നമ്മൾ ഭംഗിയായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് വശവും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൈയും അതായത് സ്ലീവും ഹെമ്മിങ് ചെയ്തെടുക്കണം. പിന്നെ ചെയ്യാനുള്ളത് നമ്മുടെ കൈ, അതും നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൗസിൻ്റെ പരിപാടി. ബാക്കി നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ.